ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മളിങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് അധികം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഷെഡിലൊന്ന് കൂടിയതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ചായ കുടിച്ചാലോ എന്നുള്ളൊരു അഭിപ്രായം വന്നത്. അപ്പോൾ എന്തായാലും ചായ കുടിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു ചായ സ്പോട്ടിലെത്തി. ഇതൊരു ചായ സ്പോട്ട് മാത്രമല്ല കേട്ടോ, ഇവിടെ തണ്ടൂരി ചിക്കൻ മുതൽ അൽഫാം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പിസ്സയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു പുതിയ ഷോപ്പാണ് കരുവാരകുണ്ടിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 3-4 പേരിരുന്ന് സംസാരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒരു ആലോചന വന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളവിടെ പോയി ചെറുകടികളാണ് പറഞ്ഞത്. ഞാനൊരു സാൻഡ്വിച്ച് പറഞ്ഞു, ഒരു നോർമൽ സാൻഡ്വിച്ച്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവരത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നല്ല ഫില്ലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ വിങ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 പേര് വിങ്സാണ് പറഞ്ഞത്. വിങ്സും അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന മയോണൈസും അവർ തരുന്ന ആ ഒരു പ്രസൻറ്റേഷനൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ നല്ല വൃത്തിയുള്ള, ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് ഒരേ സമയം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ കുറച്ചധികം ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട്. മാജിക് സ്പൂൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇവർ പുതിയ കുറേ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്പോട്ട് വരുന്നത് നമ്മളെ കരുവാരകുണ്ട് പുന്നക്കാട് മില്ലുംപടിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയാണ്. കാരണം വലിയൊരു റേറ്റൊന്നുമില്ല, എല്ലാ ഐറ്റംസും ടേസ്റ്റിയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഈവനിങ് സമയം ഒരു പിന്നെ നമുക്ക് ലൈറ്റൊക്കെ ഇടുന്ന ആ ഒരു സമയത്തേക്ക് എത്തി. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം കൂടി സൊറയൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്കും അവരവരുടെ നാട്ടിലേക്കും പിരിഞ്ഞു പോകാനുണ്ടായത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മുടെ പുഴയും, ഞാൻ നേരത്തെ ഇവിടെ നിന്നാണ് ഈ ഷെഡിലിരുന്ന് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിക്കാൻ പോയത്. പിന്നെ തിരിച്ചു വന്നപ്പോഴുള്ള ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ നമ്മുടെ പുഴ? ഈ പുഴയൊക്കെ കടന്ന് ആദ്യം ഈ പാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ കഥയൊക്കെ പറയുന്ന. അപ്പോൾ ഈ പുഴയിലൊക്കെ വെള്ളം ഇല്ലാത്ത സമയത്തുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിന്നെ ഈ ഒരു വഴിയിൽ കൂടി വന്നിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലുള്ള കാഴ്ചകൾ, നമ്മൾ മഴ പെയ്തതിന് ശേഷം ഉള്ള കാഴ്ചകളൊന്ന് കാണിക്കാൻ നിങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുക. അങ്ങനെ കുറച്ച് സമയം കൂടെയൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വഴിയുടെ 2 വശത്തും നല്ല വാഴത്തോട്ടവും കഴുങ്ങും തോട്ടവും ഒക്കെയാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു നാടാണ് എൻ്റെ നാട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ അവിടുന്ന് കയറ്റൊക്കെ കയറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ജംഗ്ഷൻ കിട്ടും. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ ആ ഒരു വീട്ടിലേക്കുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ, നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ള നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ.